നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഡിഷാണ് ബിരിയാണി എന്ന് പറയുന്നത്. അത് നോൺ വെജ് ആയാലും വെജ് ആയാലും. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് സോയാ ചങ്ക്സ് വെച്ചിട്ടൊരു ബിരിയാണിയാണ്. ഇത് വെജിറ്റേറിയൻസിനൊക്കെ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഈ രീതിയിൽ തയ്യാറാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. നമ്മൾ ഏത് ബിരിയാണി അരി വേണമെങ്കിലും എടുക്കാം. അതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം ഊറ്റി കളയാനായിട്ട് വെക്കാം. നമ്മൾ കുതിർത്തണമൊന്നുമില്ല, അതപ്പം തന്നെ വെള്ളം ഊറ്റി കളയാനായിട്ട് വെക്കാം. എന്നിട്ട് ഇതിൻ്റെ ഇരട്ടി വെള്ളം തിളപ്പിക്കാൻ വെക്കാം. ഇനി കുക്കറിൽ നെയ്യ് ഒരു 1-2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്ത് അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ് അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് സവോള സ്ലൈസ് ചെയ്തൊന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റാം. ഇനി നേരത്തെ നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരി കൂടെ ചേർത്ത് കൊടുക്കാം. അരിയിലുള്ള ആ ഒരു വെള്ളത്തിൻ്റെ അംശം ഒന്ന് ഡ്രൈ ആവുന്നത് വരെ വീണ്ടും ഒന്ന് വഴറ്റാം. കുറേ നേരമൊന്നും വേണ്ട. ഇനി നേരത്തെ തിളപ്പിച്ച് വെച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പും നാരങ്ങ നീരും ചേർത്ത് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇത് ഒരു വിസിൽ വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇനി ഇതിലെ പ്രഷർ കുറച്ചൊന്ന് കളഞ്ഞ് വെക്കണം. ഒരു 3/4% പ്രഷർ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്കിത് കുക്കർ മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് ബാക്കിയൊക്കെ തയ്യാറാക്കുമ്പോഴേക്കും അരി വെന്തിട്ടുണ്ടാവും. ഇനി സോയാ ചങ്ക്സ് തിളപ്പിച്ചെടുത്ത് അതൊന്ന് സോഫ്റ്റ് ആവുന്നത് വരെ തിളപ്പിക്കണം. കഴുകി പിഴിഞ്ഞെടുത്തതിന് ശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. പാനിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ഫ്രൈ ആക്കാനായിട്ട് വെക്കാം. ഒരുപാട് ഹാർഡായി പോയിട്ട് അങ്ങനെ ഫ്രൈ ഒന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. ഇനി ബിരിയാണി പോട്ടിൽ വെളിച്ചെണ്ണ ഒഴിച്ച് സവോള വഴറ്റിയെടുക്കാം. സവോള നന്നായി വാടി വന്നതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് മിക്സിയിലൊന്ന് അരച്ചെടുത്താണ് അതും കൂടെ ചേർത്ത് നന്നായി വഴറ്റാം. അതിൻ്റെ പച്ചമണമൊക്കെ പോയി നല്ലൊരു സ്മെല്ല് വരുമ്പോൾ മാത്രം തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി ഒന്ന് വേഗം വെന്ത് കിട്ടാൻ വേണ്ടി അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ വേഗം തന്നെ അത് വെന്ത് സെറ്റായി കിട്ടും. അപ്പോൾ തക്കാളിയൊക്കെ ഇപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബിരിയാണി മസാലയും ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതൊന്ന് വഴറ്റിയതിന് ശേഷം നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള സോയാ ചങ്ക്സും കൂടെ ചേർക്കാം. ഇനി ഒരല്പം വെള്ളം കൂടെ ചേർക്കണം, ചൂടുവെള്ളം ചേർക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് ഉപ്പാണ്. ഉപ്പ് നമ്മൾ സോയാ ചങ്ക്സ് ഫ്രൈ ചെയ്യുമ്പോൾ ഉപ്പ് ചേർത്തതാണ്, അപ്പോൾ നോക്കിയിട്ട് ഉപ്പ് ചേർക്കുക. അതുപോലെ കുറച്ച് തൈര് കൂടെ ചേർത്ത് കൊടുക്കണം. തൈര് കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യണം. കാരണം സോയാ ചങ്ക്സും മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം മസാലയൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയില, പുതിനയിലയും കൂടെ ചേർക്കാം. മുകളിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചോറ് കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിൽ നമ്മൾ വറുത്ത് വെച്ച കിസ്മിസ്, കാഷ്യൂനട്ട്, ഉള്ളി ഇതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുക്കാം. എൻ്റെ അടുത്ത് ആ സമയത്ത് കാഷ്യൂ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അത് ചേർത്തിട്ടില്ല. നിങ്ങൾ തയ്യാറാക്കുമ്പോൾ അതും കൂടെ ചേർക്കണം. എന്നിട്ട് നമ്മളിത് ഒന്നുകൂടെ അടച്ച് വെച്ച് കുക്ക് ചെയ്യണം. മേലെ ഒരല്പം നെയ്യും കൂടെ ചേർക്കാൻ മറക്കരുത്. എന്നിട്ട് ഒരു 5 മിനിറ്റ് ചെറിയ തീയിലൊന്ന് കുക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ മസാലയുടെ ആവിയൊക്കെ ഒന്ന് മേലേക്ക് ആവും, ചോറിൽ ആ ഫ്ലേവറും കൂടെ കിട്ടും. പിന്നെ ഗ്യാസ് ഓഫ് ആക്കിയിട്ട് വീണ്ടും ഒരു 10 മിനിറ്റ് വെക്കാം. അതിനുശേഷം ചൂടിൽ തന്നെ നമുക്ക് ഇത് സെർവ് ചെയ്യാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.